അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകുവാൻ തിരഞ്ഞെടുത്ത റബേക്കായി അനുഗ്രഹിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടി വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവ്വേശ്വരായ എന്നേക്കും. ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. മക്കളെ, വന്നു കേൾക്കുകയും ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നീ അരുളുന്നു. ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും നാഥായ ദൈവം. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഞാൻ ഇവ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിലായിരിക്കുവാനും അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നതാണ് എൻ്റെ കൽപ്പന. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ബഹുമാനപ്പെട്ട വികാരിച്ച പ്രിയപ്പെട്ട ജോമാനെ മൽഫി, പ്രിയ മാതാപിതാക്കളെ, സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിനൊരുക്കമായിട്ടാണല്ലോ
വിവാഹ വാഗ്ദാനത്തിനായി ഇന്ന് നമ്മൾ ഈ പാരമ്പര്യമുള്ള മുഴൂര് ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. വരാനും പിതൃക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഞാൻ ഇവിടെയാണ് മാമോദിസ വാങ്ങിയത്. ഒരു അനുഗ്രഹമാണ് വീണ്ടും ഇവിടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതിലും, പ്രത്യേകിച്ച് ഇങ്ങനെയൊരു അവസരത്തിൽ. നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് ഏലിയ ശ്രീവാമോശ കാലഘട്ടങ്ങളിലൂടെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിനെ കുറിച്ച്, ജീവിതാവസാനത്തെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് സഭ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഒപ്പം നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശ്ലീഹായാണ്, കുരിശാണ് എന്നുകൂടി സഭ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ആ കുരിശിൽ നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് വിവാഹ വാഗ്ദാനത്തിന് വേണ്ടിയിട്ടായിരിക്കുന്ന ഈ രണ്ട് മക്കളും ആ ഒരു ശ്രദ്ധ, കുരിശിലാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷ എന്നുള്ള ഒരു ചിന്ത ഉള്ളിൽ സൂക്ഷിക്കണം. ഇന്ന് നമ്മൾ വായിച്ച് കേട്ട സുവിശേഷ ഭാഗം ചെറിയൊരു ഭാഗമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായമാണ്. 9 മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്കറിയില്ല. ആ ചെറിയ ആ വചനഭാഗത്തിൻ്റെ ഉള്ളിൽ 5 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. ഏതാണ്? സ്നേഹം. ആ വാക്ക് തന്നെ ഒത്തിരി മനോഹരമാണ്. നമ്മളത് പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും സ്നേഹത്തിൻ്റെ കൂടുതലിനെ കുറിച്ചും കുറവിനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. സ്നേഹം എന്നുള്ള ആ വാക്ക് നമ്മുടെ മലയാളം ഡിക്ഷണറിയിൽ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അഹം. എന്നിട്ട് അതിൻ്റെ അർത്ഥം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വാർത്ഥത അല്പം പോലും ഇല്ലാത്ത അവസ്ഥ. അതിന് പറയുന്ന പേരാണ് സ്നേഹം. കുടുംബജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ളത് ഈ സ്നേഹമാണെന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണല്ലോ: സ്വാർത്ഥത അല്പം പോലും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവരുത്. സ്വാർത്ഥത എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള ആ ചിന്തയാണ്. കുടുംബജീവിതത്തിൽ എനിക്കും ഞാനിനും ഒന്നും പ്രാധാന്യമില്ല. അവിടെയെല്ലാം നമ്മളാണ് എന്നുള്ളതാണ്. എന്തെങ്കിലും നന്മകൾ ജീവിതത്തിലുണ്ടായാലും അതിൻ്റെ എല്ലാം കാരണം നമ്മളാണ്. കുറവുകൾ ജീവിതത്തിൽ വന്നാലും അതിൻ്റെ കാരണം നമ്മളാണ്. അല്ലാതെ നീയാണ് എന്നുള്ള ആ വാക്കവിടെ ഉണ്ടാവരുത് എന്നുള്ളത്. ഇങ്ങനെ സ്നേഹിച്ചത് ലോകത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഈശോയാണ്. ആ ഈശോയുടെ തിരുവചനമാണ് നമ്മളുടെ മുമ്പിൽ നമുക്ക് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത്. അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനെ കഴിഞ്ഞ് വലിയ സ്നേഹമില്ല. ജോമോനും സൊഫിയുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ആ വലിയ ചിന്തയതാണ്. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ ദൈവവിളിയിലേക്ക് അവിടുന്ന് എന്നെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ വിവാഹ വാഗ്ദാനം സഭയിൽ വെച്ചിരിക്കുന്നത് പ്രത്യേകമായിട്ടും 2 കാരണങ്ങളാണ് എന്ന് പറയുന്നത്. ഒന്ന്, ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടം ആണ് എന്നും, 2 പ്രാർത്ഥനയുടെ നാളുകളാണ് ഇത്. അത് രണ്ടും നല്ലതുപോലെ ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ സൗഹൃദത്തിലുള്ള ഒത്തിരിയേറെ കയ്യിലെ കാണാനും കേൾക്കാനും അവരെ വിളിക്കാനും ഒക്കെയുള്ള ഒരു സമയമായിട്ട് നമ്മളിതിനെ കാണാതെ മറിച്ച് അല്പമൊന്ന് ശാന്തമായിട്ടിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സമയം നമ്മൾ കണ്ടെത്തണം. അതിന് നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഈ രോമനെ നല്ലതുപോലെ അറിയാം, രോമൻ്റെ കുടുംബത്തെയും നല്ലതുപോലെ അറിയാം. രോമന് ജീസസ് യൂത്തിൽ വളരെ ശക്തമായ രീതിയിൽ ആരാരോഗ്യതയിലും സഭയിലും അടമാനം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഗാനിയും മൊഴിജിയും എല്ലാം സഭയുമായിട്ട് നല്ലതുപോലെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അങ്ങനെയല്ലെന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവരും നല്ലതുപോലെ ഈശോയോട് ചേർന്ന് അൽവിക്ക് അതിൻ്റെ വലിയൊരു അനുഗ്രഹം. അൽവി ഏകദേശം അങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെയാണ് ദൈവമാണല്ലോ വിളിച്ചു ചേർക്കുന്നത് നമ്മളെ ഓരോരുത്തർ. അവരായ സ്വഭാവ സവിശേഷതകളുള്ളവരെയൊക്കെയാണ് ദൈവം ഒരുമിച്ച് ചേർക്കുന്നത്. നിങ്ങൾക്ക് ആ കിട്ടിയിരിക്കുന്ന കുടുംബത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ അടിസ്ഥാന സ്നേഹത്തിൽ
ആ ഈശോയോടുള്ള ആ വലിയ ബന്ധത്തിൽ ജീവിതത്തിൽ നിന്നും വളർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ ഒരുക്കത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഈ ദിവസത്തിൽ നിങ്ങൾക്കൊരു ചെറിയ ടാസ്ക് ഞാൻ തരുന്നതാണ്. നിങ്ങൾ ഈ ദിനങ്ങളിൽ ഇരുന്ന് നിർബന്ധമായിട്ടും തോബിത്തിൻ്റെ പുസ്തകം വായിക്കണം. എങ്ങനെയാണ് ഒരു ഭർത്താവ്, എങ്ങനെയാണ് ഒരു ഭാര്യ ജീവിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും തീരെ ചെറിയ വലിയ പുസ്തകമാണ്, എല്ലാ ദിവസവും വായിച്ചിരുന്നതായി ഒരു കൃപയായിട്ട് അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് മാറിക്കോളൂ. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനമനുസരിച്ച് വിവാഹത്തിലാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സമർപ്പിക്കുന്നു. നിങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അടഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ പ്രമാണങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണം. പിതാവും പുത്രനും പരിശുദ്ധമായ സർവീശ്വരനായി അനുഗ്രഹിക്കും. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. തോമസ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ അൽഫോൻസായി നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. അൽഫോൻസ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ തോമസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. വിവാഹ വാഗ്ദാനം ചെയ്ത ദാസരുടെ മേലയുടെ കാരുണ്യത്തിന്റെ ഫലം കൈ നീക്കണമേ. യോസേഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. ആയിരിക്കട്ടെ സകലത്തിന്റെയും നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും സഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന ഉദാശക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. You couldn't hear me like the cigarette you gave me that night in December. Got cold and was frozen. You wrapped your arms around me. I know you remember. We've been on that on and off thing. We can go for weeks, no talking, but it's been a month I'm wondering. No complications, but do you feel like I do? When I'm with you, when I'm with you, when I'm with you, everything's cool when I'm with you, when I'm with you. Wanna get
I must keep on resisting when we should come closer. We've been on that on and off thing. We can go for weeks, no talking, but it's been a month. No complications, but do you feel like I do? When I'm with you, when I'm with you, when I'm with you, everything's cool when I'm with you, when I'm with you. Yeah. When I get loose, when I'm with you, when I'm with you. No complications, but do you feel like I do? We've been on that on and off thing. We can't go for weeks, no talking, but it's been a month. I'm wondering, no complications, but do you feel like I do? No complications, but do you feel like I do? No complications, but do you feel like I do? No complications, but do you feel like I do? When I'm with you, when I'm with you, everything's cool when I'm with you, when I'm with you. When I'm with you, when I get loose, when I'm with you, when I'm with you. Yeah, yeah. No complications, but do you feel like I do? Do you feel like I do? When I'm with you, you. Do you feel like I do? When I'm with you, കരുതലോടെ പൊക്കിപ്പിടിച്ചാൽ കഴിയുന്നതായിട്ട് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ജോമോൻ ചേട്ടനെ ആദ്യ ചേച്ചിയോട് നമ്മുടെ വേദിയിൽ കടന്നു വരികയാണ്. ഇവിടെയുള്ള എല്ലാവർക്കും നല്ലൊരു കൈയ്യടി അവർക്ക് കൊടുക്കാവുന്നതാണ്. സ്നേഹത്തോടെ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ആ ഒരു വേദിയിലേക്ക് ചേട്ടനായി ആദ്യ ചേച്ചിനെ ഏറെ സ്നേഹത്തോടെ വേദിയിൽ ക്ഷണിക്കുകയാണ്. എല്ലാവരും നല്ലൊരു കൈയ്യടിയോടുകൂടി തന്നെ ചേട്ടനെ ചേച്ചിനെ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും അറിയാം ധാരാളം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. നമ്മുടെ ജോമോൻ ചേട്ടയും ജോമോൻ ജോണും ആൽഫിയെയും ജോസും. അപ്പം അത് നമ്മുടെ സോഷ്യൽ വർക്കിന്റെ പഠനം കഴിഞ്ഞിട്ട് UK പോയി. എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഇവരുടെ ഈ പ്രണയം ഇത് എന്ന് സ്റ്റാർട്ട് ചെയ്തു, എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെയായിരുന്നു? എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്. നമുക്ക് അതിനുള്ള എല്ലാത്തിനുള്ള ഒരു ഉത്തരവാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഏറെ നാളത്തെ പ്രണയമാണ്, സ്നേഹമാണ്. അപ്പം നമുക്ക് ഒരു ഡൗട്ട് ഉണ്ട്, നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഈ ഒരു ചെറിയ ഫോട്ടോയ്ക്ക് ശേഷം നമ്മുടെ ഈ ഒരു ചെറിയ സ്റ്റോറി ജോമോൻ ചേട്ടായി നമുക്ക് എല്ലാവർക്കും വേണ്ടി ആദ്യം തന്നെ പറഞ്ഞു തരും. നമ്മളെല്ലാവരും ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത് ഈ ഒരു സ്റ്റോറി കേൾക്കാൻ വേണ്ടി. നിങ്ങൾ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണെന്ന് അറിയാം, എന്നാലും ഈ ഒരു ചെറിയ സ്റ്റോറിയിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ കുഞ്ഞ് ഫാഷൻ എന്നോടൊക്കെ ആയിരിക്കുന്നതിന്. സ്റ്റോറി ആയിട്ട് പറയാനാണെങ്കിൽ ഞാൻ എൻ്റെ MSW കോഴ്സ് പഠിച്ചത് ചേർത്തുകയും DM കോഴിക്കോട് കോളേജിലാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ആദ്യം കാണുന്നത്. കണ്ടൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ഇഷ്ടം തോന്നി. പക്ഷേ പിന്നെ മിഷനിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിൽ വെച്ചു. കാരണം
പഠിപ്പിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊരു നെഗറ്റീവായിട്ടൊരു ഒരു ഉദാഹരണമാകും, അങ്ങനെ കുറെ പ്രശ്നങ്ങളോട് ഞാൻ പറഞ്ഞില്ല. ഒരു 1.5 കൊല്ലം ഞാൻ റിസ്ക് എടുത്ത് പറയാതിരുന്നു. അത് കഴിഞ്ഞ് എന്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ ആ സമയം ഇവിടെ കല്യാണം വന്നു തുടങ്ങി. പലർക്കും ഇങ്ങനെ കല്യാണം ആലോചിക്കാൻ തുടങ്ങി, പിള്ളേരുടെ കല്യാണമൊക്കെ വരാൻ തുടങ്ങിയോ. സോ ആ സമയത്ത് എനിക്കൊരു പേടി കൂടിയപ്പോൾ ഞാൻ കോഴ്സ് കഴിഞ്ഞത് ജോലി കയറി കഴിഞ്ഞ് ഞാൻ നേരെ ഇവിടെ സംസാരിച്ചു. പക്ഷെ ഇവിടെ ജസ്റ്റ് പറഞ്ഞില്ല, കാരണം അവൾ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ വീട്ടിൽ സംസാരിച്ചിട്ട് വീട്ടുകാർ ഓക്കെയാണ് എങ്കിൽ എനിക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 വർഷത്തെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു, അതെപ്പോഴും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ തമ്മിൽ പരസ്പരം അറിയാനും കുറെ നാളായിട്ട് അങ്ങനെ ഒരു അറിവിന്റെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എനിക്ക്. കുറച്ചുകൂടെ കുറച്ചുനാൾ ഗ്യാപ്പുണ്ട്, കുറച്ചുനാള് ചാടേക്കിട്ട് നിന്നു. പക്ഷെ പയ്യെ ഞാൻ കറക്കിയെടുത്തു. അവസാനം ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ വീട്ടിലെ ചേച്ചിയോട് പറഞ്ഞു, ആൽഫിയുടെ മമ്മിയും പപ്പയോട് സംസാരിച്ചു, അവർ ഓക്കെയാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ എന്റെ പേരൻസിനോട് അവതരിപ്പിച്ചു. അവസാനം 2 ഫാമിലി ഓക്കെ ആയിട്ടാണ് ആൽഫി എന്നോട് എസ് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങളിവിടെ എന്നോട് എസ് പറയുന്നത്. നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ചേട്ടായി. നമ്മുടെ ഉൽപ്പത്തിയുടെ സുവിശേഷത്തിന് 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകും. അപ്പം ഇവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇണകൾ ജോമോൻ ചേട്ടൻ, ആൽഫി ചേച്ചി, മാറ്റി ചേച്ചിക്ക് ജോമോൻ ചേട്ടൻ, ഇപ്പൊ ആ ഒരു കറക്റ്റ് കോമ്പോയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവരാക്കി ഇവരുടെ പേരൻസ് അവരെ ഏറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുകയാണ്. ആദ്യം നമ്മുടെ ബ്രൈഡ് ആൽഫി ചേച്ചിയുടെ പേരൻസ് ജോസമ്മേനെയും അമ്മ ലിസമ്മേനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ ചേച്ചിയുടെ സിബ്ലിംഗ്സ് ഉണ്ട്. റീസ മേരി ജോസ് ഹസ്ബൻഡ് ജിലു ചേട്ടനെയും ഏറെ സ്നേഹത്തോടെ അവരുടെ കുട്ടി 2 മക്കളെ ജിൻസനെയും നെസേനെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹസ്ബൻഡ് ജോൺ തോമസ് 2 പേരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചേട്ടായുടെ പേരൻസ് തോമസ് ജോൺ, ആന്റി മോളി ജോൺ 2 പേരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ജെയ് മോളി ചേട്ടായുടെ ഒരു ബ്രദറാണ്, ബ്രദറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
जब से झनकार सी है दिल के तार में तब से। परदेसिया है तेरे प्यार में जब से झनकार से है दिल के तार में तब से। तुम हो मेरे जानता हूँ मगर पहुँचाऊँ तुम तक ये कैसे खबर। कब से हूँ मैं उम्मीद में है अनकहा जो सुन लो अगर। परदेसिया मिला है तू मुझे जब से, मैं कैद हूँ तेरे भी प्यार में तब से। परदेसिया है तेरी അതുകൊണ്ട് രണ്ട് മൂന്ന് പേരെ ചെറിയ ഗിഫ്റ്റ് ഇവിടെ തരുവാണ്. ചെറിയ സർപ്രൈസ് ആണ്, സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. അവയെ ഞങ്ങളോട് വേദിക്ക് ക്ഷണിക്കുന്നു. निशान परदेसिया। हाँ, छू के लबों से जैसे जादू ही कर दिया, सावन ने मोरनी को काबू में कर लिया। हम दोनों की जुदा थी हस्तियाँ हो किनारा बिन जैसे कश्तियाँ। आसान हो आगे सफर तुम साथ मेरा चुन लो अगर। परदेसिया मिला है तू मुझे जब से, मैं कैद हूँ तेरे भी प्यार में तब से। हो तुम हो मेरी जानता हूँ मगर पहुँचाऊँ तुम तक ये कैसे खबर। कब से हूँ मैं उम्मीद में है अनकहा जो सुन लो अगर। ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നേരത്തെ ചേട്ടായി പറഞ്ഞതാണ്. ചേട്ടായിയാണ് പ്രപ്പോസ് ചെയ്തത്. അപ്പം ചേട്ടായിയുള്ള ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് റിജക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? ആ, അപ്പൊ ഇവിടുന്ന് കിട്ടുന്നത് വേറെ സ്ഥലത്ത് കിട്ടുന്നവരാട്ടോ. അപ്പം ഇത് പുറത്ത് വേറെ റിജക്ഷൻ വന്നിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയെണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117
missing you so much, and I always wonder. Take all my love and ignore. I feel lost without you. I feel you when I lost away. Takes I can't explain. Why take all my love and ignore? So far away from your love. I feel you when I lost away. You are my enigma. I won't let it go. I will fight for my love. Fight for your love. Fight for my love. I could see it in your eyes. Look like marbles on the sky. Oh, I'm missing you so much, and I always wonder. Take all my love and ignore. I feel lost without you. I feel you when I lost away. Takes I can't explain. Why take all my love and ignore? So far away from your love. I feel you when I lost away. You are my enigma. തെളിവാനം നിറദീപം തെളിയും നിൻമിഴിയിൽ നിറമേഴും അഴകായി അഴകായി എന്നിനവിലും കനവിലും നിൻമിഴിതൾ മാത്രമായി എന്നിറവിലും നിഴലിലും നിൻമതിമുഖം മാത്രമായി അനുരാഗം ഹൃദിമോഹം മകതാരിൽ വിരിയാൻ അലയായി നീ എന്നരികിൽ വരുമോ പ്രിയരാഗം മധുഗീതം മനതാരിൽ വിടരാൻ ഉന്മയിലായി നീ അരികിൽ വരുമോ നെഞ്ചിനുള്ളിൽ ചിലു ചിലു ചിണുങ്ങുന്ന ചിരികളായി ശലഭമായി കാതിൽ വന്നെന്റെ സ്വരങ്ങളായി ശ്രുതികളായി പുഞ്ചിരിയിൽ കൊഞ്ചലുള്ള പെണ്ണെ നീയാരോ നീയാരോ കൺമണി പൊന്മണി നീ എൻ മലരായി എന്നുയിരായി എൻ മാറിൽ ചാരേ വർണ്ണാകാശക്കനവിത് വെണ്ണിലാവിൻ കുളിരിത് കണ്ണിൽ മിന്നും മിന്നലായി നീ എൻ കാതൽ നീലാകാശക്കടവിലെ രാഗമേഘത്തോണിയിലെ മായവർണ്ണ കിളികളായി നീയും ഞാനും അനുരാഗം ഹൃദിമോഹം മകതാരിൽ വിരിയാൻ പ്രിയരാഗം മധുഗീതം മനതാരിൽ വിടരാൻ അനുരാഗം ഹൃദിമോഹം മകതാരിൽ
നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ നൂറു പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനേ നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി മിന്നൽ വാഴ കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വാഴ കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട്